ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹിറ്റ് വീരൻ ബേസിൽ ജോസഫിന്റെ അടുത്ത സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മരണമാസ സിനിമയുടെയാണ് സിവിക് സെൻസ് എന്ന് പറയുന്ന പൗരബോധം എന്നാണ് കൊടുത്തേക്കുന്നത്. അത് എന്തുവാന്ന് അറിയത്തില്ല, ട്രെയിലറായിട്ടാണോ ടീസറാണോ ഇനി വല്ല ഗ്ലിംസ് വീഡിയോ ആണോ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഒരു മിനിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിനകത്ത് ബേസിൽ ഇല്ല, ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഫ്രീക്ക് ലുക്കാണ്. കുറെ നാൾ പുള്ളി തൊപ്പിയൊക്കെ വെച്ച് നടക്കുമായിരുന്നു, ഇതാരും കാണിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇതിന്റെ ആ ഒരു പോസ്റ്റർ വന്നപ്പോഴാണ് എല്ലാവരും സംഭവം കണ്ടത്. മുടി മൊത്തവും ഇല്ല വേറൊരു സ്റ്റൈലൊക്കെ ആക്കി വെച്ചേക്കുവാണ്. അപ്പൊ അത് തന്നെ ഒരു ഭയങ്കര ഒരു വെറൈറ്റി ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പം എന്താണെന്നുള്ളതൊരു പിടി കിട്ടുമായിരിക്കും. നമുക്ക് നേരെ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ 52 പേരും 10 വർഷം കൊണ്ട് 520 പേരും ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദിതാളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റികടിച്ചു കൊല്ലുന്ന മരണതാളത്തിന്റെ വിടുപ്പിലേക്ക് ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന നൊമ്പര പൂവൻ പഴങ്ങളുടെ കരച്ചിലിനെ സാക്ഷ്യമാക്കിയ ആ ജീവന്റെ വെളിച്ചം കൂടി കൂടുവിട്ടിറങ്ങിയിരിക്കും. ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചറിയാം, ഞാൻ ഡെയിലി അവരെ സഹായിക്കാറുണ്ട്. പണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഒരു ശല്യമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ സ്റ്റാഫ് റൂം എത്തിച്ചിട്ടുണ്ട്. സ്കൂൾ അങ്ങനെ ഒരു 2 ആഴ്ച കാലത്തുള്ള ഒരു സാഹചര്യം ഉണ്ട്. കുട്ടികൾക്ക് അതൊരു വലിയ ഗുണമല്ലേ. ഇത് സംഭവം കണ്ടിട്ട് ആക്ഷേപഹാസ്യം, ആ ഒരു ഇല്ല ഒരു ബ്ലാക്ക് ഹ്യൂമർ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പടമാണെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് പണ്ടത്തെ ശ്രീനിവാസ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എന്നാത്താൻ കേസ് കൂട്, ആ സിനിമകളൊക്കെ നമുക്കറിയാം. ഓരോ കാര്യങ്ങൾ ഇപ്പൊ രാഷ്ട്രീയമാണെങ്കിലും മറ്റുള്ള ഇപ്പം സംഭവങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള സംഭവം. ഇത് ഈ ഒരു സംഭവം നമുക്ക് റീസെന്റ് ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ കൊലപാതകങ്ങളും സീരിയൽ കില്ലറിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ബേസിൽ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, ഞാൻ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റാഫ് റൂം കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പം ഈ 90 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 90 കിഡ്സ് 2K കിഡ്സുമായിട്ടുള്ള കുറച്ച് ക്ലാഷുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ. അപ്പൊ നമ്മൾ അത് ഇതിനകത്ത് ചെറുതായിട്ട് നമുക്കത് ഇല്ലേ 1-2 കേസുകൾ നമുക്കത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ബേസിന്റെ ഒരു ക്യാരക്ടർ ആണെങ്കിലും പിന്നെ അതിനകത്ത് ബേസിന്റെ നമുക്ക് ആ ഒരു പുള്ളിയുടെ ആ ലുക്ക് ആണെങ്കിലും വെറൈറ്റി. പിന്നെ ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന പോർഷൻ തന്നെ പുള്ളി ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്റ്റാഫ് റൂം കത്തിച്ച് പിള്ളേർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അത് നല്ല കാര്യമാണെന്ന് പുള്ളി പറയുന്നു. അപ്പൊ ആ പുള്ളിയുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. എന്തുവായാലും നല്ലൊരു ചിത്രമാട്ടെ. ഇത് കൂടുതലും കോമഡിയായിട്ട് ബന്ധപ്പെട്ട് കോമഡി പടമാണ്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ അതെ, ഇതിപ്പോ എന്താ നമുക്കൊരു പിടിയും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ ആണോ സിനിമയെന്ന് നമുക്ക് അറിയത്തില്ല. എന്തുവായാലും ഇപ്പോഴത്തെ സമകാലിക കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ അവരിപ്പം തന്നേക്കുന്നത്. അപ്പം നമുക്ക് മുന്നോട്ട് ഇതിനെപ്പറ്റി ഇറങ്ങണമെങ്കിൽ ഇതിന്റെ ഒരു ടീസർ വന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്തൊരു അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.